പാർട്ടി ഭരിക്കുന്ന സമയത്ത് ആ പാർട്ടിയുടെ നേതാക്കൾ അഴിമതി നടത്തുക എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷെ കേരളത്തിലെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, CPM ആണ്, CPI ആണ്, LDF ആണ്. പക്ഷേ അഴിമതി നടത്തുന്നതും പിടിക്കപ്പെടുന്നതും അത് ഹജ്ജിന് കൊണ്ടുപോകുന്നതിന്റെ അഴിമതി, വീടുണ്ടാക്കുന്നതിന്റെ അഴിമതി, ഇങ്ങനെ അഴിമതി നടത്തുന്നതും ഭൂലോക തട്ടിപ്പ് പരിപാടികൾ നടത്തുന്നതും കോൺഗ്രസ് നേതാക്കന്മാരാണ്. ലൈഫ് പദ്ധതിയിലൂടെയുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് പേരാമ്പ്രയിലെ വെങ്ങപ്പറ്റയിലെ ആ വീട് തീർത്തിട്ടുള്ളത്, പേരാമ്പ്ര പഞ്ചായത്തിലെ. അങ്ങനെയാണ് പേരാമ്പ്രയിലെ പ്രശ്നം തുടങ്ങുന്നത്. ബാക്കി ഫണ്ട് പഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള ഫണ്ട്, ഈ രണ്ട് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഒരു വീട് തീർത്തിട്ടുള്ളത്. ആരാധ്യനായിട്ടുള്ള കേരളത്തിന്റെ വലിയ പ്രതീക്ഷയായിട്ടുള്ള ഷാഫി പറമ്പിൽ വന്നിട്ട് കോൺഗ്രസ് ഉണ്ടാക്കിയ വീട് എന്ന് പറഞ്ഞ് താക്കോല് കൊടുക്കുകയാണ്. പിറ്റേ ദിവസമാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമോദ് ഉളുപ്പുണ്ടോ ഷാഫി എന്ന് ചോദിക്കുന്നത്. അവിടെ തൊട്ടാ പേരാമ്പ്രയിലെ പ്രശ്നം തുടങ്ങുന്നത്. ഒരു വീട് ഞങ്ങൾ ഉണ്ടാക്കിയാണെന്ന് താക്കോല് കൊടുക്കുന്നതിന് മുമ്പ് ഒരു MP ഒന്ന് അന്വേഷിക്കണ്ടേ ഇത് നമ്മൾ തന്നെ കൊടുത്തതാണോ എന്നുള്ളത്. ലൈഫ് പദ്ധതിയിൽ, അതായത് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ നിർത്തും എന്ന് പറഞ്ഞതായിരുന്നു. ഞാൻ പറയുന്നത് വളരെ ടോളായിട്ടുള്ള നേതാക്കന്മാരെ കൊണ്ട് പോലും ഇത്തരത്തിലുള്ള വളരെ ദയനീയമായ അവസ്ഥയിൽ എത്തിക്കുന്ന ഒരു ഫ്രസ്ട്രേഷന്റെ ദയനീയമായ അവസ്ഥയിലാണ് കോൺഗ്രസ് ഇപ്പൊ എത്തി നിൽക്കുന്നത്.